ഇസ്ലാം സന്തുലിതമാണ് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി കേരളയുടെ സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗം ജനാബ് കെ.എ. യൂസഫ് ഉമരി സാഹിബ് നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അതിനായി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൽക്കർമ്മമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള പ്രയാണത്തിൽ കരുത്തും ആവേശവും ഉൾക്കൊള്ളുവാനുള്ള ഒരവസരമാക്കി അല്ലാഹു ഈ സന്ദർഭത്തെ മാറ്റുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും അറിവുള്ളതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളിവിടെ കേട്ടതുപോലെ ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയമാണ്. ഈ സമ്മേളനം പ്രഖ്യാപിച്ച അന്നു മുതൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിരന്തരമായി മുഴങ്ങിക്കേൾക്കുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രമേയമായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും അതിലൊന്നിലധികം സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ സ്വഭാവത്തിൽ കൂടി അത് കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ വശങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ ജില്ലാ സമ്മേളനത്തിന് പ്രമേയമായി ഇസ്ലാം സന്തുലിതമാണ് എന്നത് തിരഞ്ഞെടുത്തത് വളരെ ബോധപൂർവകമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമുള്ള സമഗ്രമായ ധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലോകവ്യാപകമായി ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ട കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിലും ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനം പ്രവർത്തനം തുടങ്ങിയത്. മനുഷ്യ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ വ്യത്യസ്തമായ 3 കാലഘട്ടങ്ങൾ കടന്നുപോയിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒന്ന് ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകിയ 2 അനുഗ്രഹങ്ങൾ, ഒന്ന് വേദഗ്രന്ഥവും മറ്റൊന്ന് പ്രവാചകന്മാരുമായിരുന്നു. ഈ വേദഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വേദഗ്രന്ഥത്തിൻ്റെ വെളിച്ചവും പ്രവാചകന്മാരുടെ നേതൃത്വവും സർവാത്മന അംഗീകരിച്ചുകൊണ്ട് അവരുടെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരുടെ അനുയായികൾ പ്രവർത്തിച്ചത്. പക്ഷേ ഓരോ പ്രവാചകനും തൻ്റെ ദൗത്യം നിർവഹിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതിന് ശേഷം അനുയായികളിൽ വീണ്ടും വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഈ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വ്യതിയാനത്തെ തിരുത്തി വീണ്ടും ആ വേദഗ്രന്ഥത്തിൻ്റെ ശരിയായ ആശയത്തിലേക്ക് അതാത് കാലഘട്ടത്തിലെ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വീണ്ടും ഈ ലോകത്തേക്ക് പ്രവാചകന്മാർ വന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായി വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, ഖുൽ നബിയെ താങ്കൾ പറയുക, മാ കുന്തു ബിദ്അം മിനർ റുസുൽ, ഞാനൊരു പുതിയ ആശയവുമായി ഈ ലോകത്തേക്ക് വന്ന വ്യക്തിയല്ല. പ്രവാചകന്മാരാരും ഈ ലോകത്തേക്ക് പുതിയ ഒരു ദർശനം കൊണ്ടുവന്നിട്ടില്ല.
തനിക്ക് മുമ്പുള്ള പ്രവാചകൻ കൊണ്ടുവന്ന ദർശനത്തിൽ പിൽക്കാലഘട്ടത്തിലുള്ള അനുയായികളും ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരും ആ കാലഘട്ടത്തിലെ സന്യാസികളും ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാരും ചേർന്നുകൊണ്ട് ആ ആദർശത്തിൻ്റെ തനിമയിൽ നിന്നും, തനിമ എന്ന വാക്ക് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി സന്തുലിതത്വം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരാദർശത്തിൻ്റെ തനിമ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ തനിമ എന്ന അർത്ഥത്തിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഒരിക്കൽ സമഗ്രത എന്ന വാക്ക് പ്രയോഗിച്ചതും ഇപ്പോൾ സന്തുലിതത്വം എന്ന വാക്ക് പ്രയോഗിക്കുന്നതും ഒരേ ആശയത്തിൽ തന്നെയാണ്. ആ തനിമയിലേക്ക് ആദർശത്തെയും ആദർശത്തിൻ്റെ അനുയായികളെയും തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യത്തോടു കൂടിയാണ് പിൽക്കാലഘട്ടത്തിൽ പ്രവാചകന്മാർ കടന്നു വന്നത്. പ്രവാചകന്മാരുടെ കാലശേഷം കടന്നു വന്ന രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഖിലാഫത്തിൻ്റെ കാലഘട്ടമാണ്. ഖിലാഫത്തിൻ്റെ കാലഘട്ടം ഏതാണ്ട് 1300 വർഷത്തോളം ഈ ലോകത്ത് അത് നിലനിൽക്കുകയുണ്ടായി. ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ പുതിയ പ്രവാചകന്മാരോ പുതിയ വേദഗ്രന്ഥങ്ങളോ അള്ളാഹു നൽകിയിട്ടില്ല. അവസാനം നൽകപ്പെട്ട വേദഗ്രന്ഥവും അവസാനം ഈ ലോകത്തേക്ക് നിയോഗിതനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ അതേ മാർഗം പിൻപറ്റിക്കൊണ്ട് സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രമായ മുഴുവൻ മേഖലകളുടെയും നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവരെ നയിക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഖലീഫമാരുടെ ദൗത്യം. ആ ദൗത്യം ഏറിയോ കുറഞ്ഞോ അവർ ലോകത്ത് നിർവഹിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ മുസ്ലിം സമൂഹത്തിൽ വ്യത്യസ്തമായ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം മുതൽ ഇസ്ലാമിനെ അതിൻ്റെ തനിമയിൽ നിന്നും, അല്ലെങ്കിൽ അതിൻ്റെ സമഗ്രതയിൽ നിന്നും, അല്ലെങ്കിൽ അതിൻ്റെ സന്തുലിതത്വത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ ശ്രമങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്നത് ഭരണാധികാരികൾ തന്നെയായിരിക്കാം. ചിലപ്പോൾ ഭരണാധികാരികളോട് വിയോജിപ്പുള്ള കലാപകാരികളായിരിക്കാം. ചിലപ്പോൾ അത് വംശീയവാദികളായിരിക്കാം. ചിലപ്പോൾ ആത്മീയവാദികളായിരിക്കാം. ചിലപ്പോൾ മതപുരോഹിതന്മാരായിരിക്കാം. ചിലപ്പോൾ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ തനിമയിൽ നിന്നും അതിനെ വ്യതിചലിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ വ്യത്യസ്തമായ വശങ്ങളെ അടർത്തി മാറ്റിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ പല സന്ദർഭങ്ങളിൽ നടന്നിട്ടുണ്ട്. ഈ സന്ദർഭങ്ങളിലാണ് ലോകത്തേക്ക് നവോത്ഥാന നായകന്മാർ കടന്നു വന്നത്, മുജദ്ദിദുകൾ ലോകത്തേക്ക് കടന്നു വന്നത്. ലോകത്തറിയപ്പെട്ട നവോത്ഥാന നായകന്മാരും പണ്ഡിതന്മാരും ഇമാമുകളും മുഹദ്ദിസുകളും മുഫസ്സിറുകളുമൊക്കെയായ ഖുർആൻ വ്യാഖ്യാതാക്കളും പ്രവാചക വചനത്തിൻ്റെ നിവേദക നേതൃത്വം വഹിച്ച ഹദീസ് പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു നവോത്ഥാന സംഘം ഈ 1300 വർഷത്തിൽ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടങ്ങളിലൊന്നും ഇസ്ലാമിക ആദർശത്തിൻ്റെ സമഗ്രതയെ ആരും തന്നെ വെല്ലുവിളിച്ചില്ല. സന്തുലിതത്വത്തെ താളം തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ഖിലാഫത്ത് തകർന്നതിന് ശേഷമാണ് ഇസ്ലാമിക ലോകത്ത് ചരിത്രത്തിലെ മൂന്നാമത്തെ കാലഘട്ടം കടന്നു വരികയാണ്. ഈ മൂന്നാമത്തെ കാലഘട്ടത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് പ്രവാചകന്മാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, ആ കാലഘട്ടത്തിൽ ഖലീഫന്മാരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സന്തുലിതത്വം മാത്രമല്ല ഇസ്ലാമിൻ്റെ സമഗ്രതയും വെല്ലുവിളിക്കപ്പെടുകയുണ്ടായി. ഇസ്ലാമിൻ്റെ ഭരണം ലോകത്തിന് നഷ്ടപ്പെട്ടു. ഇസ്ലാമിൻ്റെ സമഗ്രതയെ വെല്ലുവിളിക്കപ്പെടുകയും പാശ്ചാത്യരുടെ മേൽക്കോയ്മ ലോകത്ത് പൂർണ്ണമായ മേധാവിത്വം സ്ഥാപിക്കുകയും ആ പാശ്ചാത്യ മേൽക്കോയ്മയിൽ ലോകത്ത് ഭൗതികമായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ദർശനങ്ങൾ, കമ്മ്യൂണിസത്തെ പോലെ മുതലാളിത്തത്തെ പോലെയുള്ള ദർശനങ്ങൾ ലോകത്ത് ജന്മം കൊള്ളുകയും അവരുടെ മേധാവിത്വത്തിലേക്ക് ലോകരാഷ്ട്രീയം മാറ്റിച്ചവെക്കപ്പെടുകയും മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്ത് നഷ്ടപ്പെട്ട് അവരുടെ രാഷ്ട്രങ്ങൾ ശിഥിലമായി. ലോകരാഷ്ട്രീയത്തിൽ രാഷ്ട്രീയമായ മേൽക്കോയ്മയും ആദർശപരമായ മേൽക്കോയ്മയും അവർക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അവരുടെ മേൽ പുതിയ ഒരു ഉത്തരവ് പാശ്ചാത്യരുടെ ഭാഗത്ത് നടക്കപ്പെടുന്നത്. ഇനി മുതൽ നിങ്ങൾ നൂറ്റാണ്ടുകളായി നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ഇസ്ലാമിനെ ഒരു സമഗ്രമായ ദർശനം എന്ന നിലയ്ക്ക് ഇനി നിങ്ങൾക്ക് ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല. ഇനി ആ ഇസ്ലാമിനെ ഒരു മതം എന്ന നിലയ്ക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക്, നിങ്ങളുടെ അനുഷ്ഠാന ജീവിതത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊതുക്കാം. അതിന് ലോകത്ത് മറ്റു മതവിശ്വാസികളുടെ മാതൃകയും നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വിശാലമായ ലോകം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഒന്നുകിൽ നിങ്ങളുടെ മതത്തിൻ്റെ ഉള്ളടക്കത്തിൽ
അതിനുള്ള ഒരു ഉള്ളടക്കത്തിന് വ്യാപ്തി നിങ്ങളുടെ മതത്തിനില്ല. ഇനി അഥവാ ഉണ്ട് എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ആ മതത്തിന് ഈ കാലഘട്ടത്തെ കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദർശനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്ന് ലോക മുസ്ലിം സമൂഹത്തോട് പാശ്ചാത്യൻ സാമ്രാജ്യത്വവാദികൾ ആവശ്യപ്പെട്ട ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയിലാണ് ഈ വർത്തമാനകാല മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നീ കാണുന്ന ആത്മസംഘർഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തിൽ മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ ഉണ്ടായി. ആ പ്രതികരണങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ ലോകത്ത് അസന്തുലിതമായിരുന്നു. സന്തുലിതത്വം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ താളമാണ്. സന്തുലിതത്വം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ താളമാണ്. പക്ഷേ മനുഷ്യ പ്രകൃതി എന്ന് പറയുന്നത് സന്തുലിതമല്ല, അസന്തുലിതമാണ്. മനുഷ്യ പ്രകൃതി എന്ന് പറയുന്നത് അസന്തുലിതമാണ്. ഈ പ്രകൃതിയുടെ പ്രകൃതി എന്ന് പറയുന്നത് സന്തുലിതത്വമാണ്. ദൈവിക ദർശനത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത് സന്തുലിതത്വമാണ്. സന്തുലിതമായ ദീനും സന്തുലിതമായ പ്രകൃതിയും മുമ്പിൽ വെച്ചുകൊണ്ട് അസന്തുലിതമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിചാരങ്ങൾ വ്യത്യസ്തമാണ്, അവന്റെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്, അവന്റെ അഭിലാഷങ്ങൾ വ്യത്യസ്തമാണ്, അവന്റെ മുൻഗണനാക്രമങ്ങൾ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ ആഗ്രഹങ്ങളുള്ള, വ്യത്യസ്തമായ അഭിലാഷങ്ങളുള്ള, വ്യത്യസ്തമായ മുൻഗണനാക്രമങ്ങളുള്ള, വ്യത്യസ്തമായ ജീവിത താല്പര്യങ്ങളുള്ള മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഈ ലോകം പോയാൽ ഈ ലോകത്ത് ഭയങ്കരമായ കുഴപ്പമായിരിക്കും ഉണ്ടാവുക. അത് ഏത് വിഭാഗത്തിൻ്റെതായിക്കൊള്ളട്ടെ. വ്യത്യസ്തമായ അഭിരുചി വെച്ച് പുലർത്തുന്നവരിൽ കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ അഭിരുചികൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ഈ ലോകത്ത് ചരിത്രത്തിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആത്മീയമായ അഭിരുചികൾ മാത്രമായി ലോകത്തിന് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. ലോകത്തിന് മുമ്പോട്ട് പോകാനേ സാധ്യമല്ല. എല്ലാവരും ഒരു വിഭാഗത്തിന്റെ മാനസിക ഭാവനയായ ആത്മീയ അഭിരുചിയിൽ കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ലോകത്തിന് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. വേറെ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായ അനുഷ്ഠാനങ്ങളായിരിക്കാം അവരുടെ അഭിരുചി. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത്, അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്, അവരുടെ അഭിലാഷം എന്ന് പറയുന്നത്, അവരുടെ മുൻഗണനാക്രമം എന്ന് പറയുന്നത്, അവർക്ക് ആത്മസംതൃപ്തി നൽകുന്നത് ഒരുപക്ഷെ ആധ്യാത്മികമായ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലുമായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആ അനുഷ്ഠാന മുൻഗണനാക്രമങ്ങൾ കൊണ്ട് ലോകത്ത് മുഴുവൻ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. വേറെ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിരുചി എന്ന് പറയുന്നത് ഭൗതികമായ ജഡികമായ താല്പര്യങ്ങളായിരിക്കാം. ആ ജഡികമായ താല്പര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ മൊത്തം മേധാവിത്വം അവർ കേൾപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ചിലർക്ക് ലൈംഗികമായ അഭിരുചിയായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. പക്ഷേ ലൈംഗികമായ താല്പര്യം അമിതമായി വെച്ച് പുലർത്തുന്നവർക്ക് ലോകം വിട്ടുകൊടുത്താൽ ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമാണോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചിലർക്ക് സാമ്പത്തികമായ അഭിരുചിയായിരിക്കും അവർക്കുണ്ടാവുക, ചിലർക്ക് അധികാരപരമായ അഭിരുചിയായിരിക്കും അവർക്കുണ്ടാവുക, ചിലർക്ക് ഈ അഭിരുചികൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങൾ മനുഷ്യനെ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ അസന്തുലിതമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് മനുഷ്യ നിർമ്മിത ദർശനങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു വശത്തിന് മേധാവിത്വം നൽകിക്കൊണ്ട് മാത്രമേ മനുഷ്യർക്ക് ദർശനങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ. ഈ എല്ലാ അഭിരുചികളെയും സമന്വയിപ്പിച്ചുകൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് ലോകത്തിന് പര്യാപ്തമായ സന്തുലിതമായ ഒരു ദർശനം നൽകുവാൻ ഈ മനുഷ്യ പ്രകൃതിയും പ്രപഞ്ചത്തിന്റെ പ്രകൃതിയും നിയന്ത്രിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിനല്ലാതെ സന്തുലിതമായ ഒരു ദർശനം നൽകിക്കൊണ്ട് അസന്തുലിതമായ ഈ മനുഷ്യ പ്രകൃതിയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഈ ഏതെങ്കിലും ഒരു പ്രകൃതിക്ക് മുൻഗണന നൽകുന്ന ആ അവസ്ഥ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അസന്തുലിതമായ അവസ്ഥയിലാണ് കാഴ്ചപ്പാടുകൾ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ലോകത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നേതൃത്വം നഷ്ടപ്പെട്ടു, ഒരു ദിശാബോധം നൽകുന്ന ഒരു ഖിലാഫത്ത് നഷ്ടപ്പെട്ടു, അവർക്ക് മാർഗദർശനം നൽകുന്ന പ്രവാചകന്മാർ അവരുടെ മുമ്പിലില്ല, പാശ്ചാത്യ മേധാവിത്വം അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അവരുടെ ആദർശത്തിന് നേരെ കനത്ത വെല്ലുവിളി ഉയർന്നപ്പോൾ അത്യന്തം പ്രതികൂലമായ പ്രതിരോധാത്മകമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ ഫേസ് ചെയ്യേണ്ടത്? ഈ വിഷയത്തിലും മുസ്ലിം സമുദായത്തിൽ അസന്തുലിതമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായി. ഈ ഇസ്ലാമിനെ അവരുടെ ആത്മീയമായ മേഖലയ്ക്ക് ഒതുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആ കാലഘട്ടത്തിൽ അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ആ മേഖലയിലേക്ക് ഒതുങ്ങിയ ആളുകളുണ്ട്. അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ആത്മീയ മേഖലയിലേക്ക് ഒതുങ്ങിയ പ്രസ്ഥാനങ്ങൾ ലോകത്തുണ്ട്. അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ആരാധനാപരമായ മേഖലകളിലേക്ക് ഒതുങ്ങിയ പ്രസ്ഥാനങ്ങൾ ഈ ലോകത്തുണ്ട്. അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് വിശ്വാസപരമായ മേഖലകളിലേക്ക് ഒതുങ്ങിയ പ്രസ്ഥാനങ്ങൾ ഈ ലോകത്തുണ്ട്. അതിൻ്റെ മുമ്പിൽ വഴങ്ങാതെ
സായുധ പോരാട്ടത്തിലേക്ക് ഇറങ്ങിയ പ്രസ്ഥാനങ്ങളും ഈ ലോകത്തുണ്ട്. അതിന് വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിരുചി എന്ന് പറയുന്നത് ഈ ചെറുത്തുനിൽപ്പിന്റെ അഭിരുചിയാണ്. കേവലം ആത്മീയ പ്രാർത്ഥന അഭിരുചിയല്ല, കേവലം അനുഷ്ഠാനപരമായ അഭിരുചിയല്ല അവർക്കുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കീഴടങ്ങിക്കൊടുക്കുന്ന അഭിരുചി ആയിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുന്ന, മൗനം പാലിക്കുന്ന അഭിരുചി ആയിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. അവർ ചെറുത്തുനിൽപ്പിന്റെ മാർഗം സ്വീകരിച്ചു. ഇത്തരമൊരു സന്ദർഭത്തിലാണ് ലോകത്ത് വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സമഗ്രമാണ് എന്ന ചരിത്ര പ്രസിദ്ധമായ മുദ്രാവാക്യം ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ട് ലോക മുസ്ലിം സമൂഹത്തോട് പറയുകയുണ്ടായി, ഇസ്ലാം സമഗ്രമാണ്. അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായ ഒരാദർശവും നിങ്ങൾ അംഗീകരിക്കരുത്. ഈ ആദർശം സമഗ്രമാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ അൻ അഖീമുദ്ദീൻ, ഈ ദീൻ നിങ്ങൾ ഈ ലോകത്ത് സ്ഥാപിക്കണം. ഇതാണ് ലോകത്തെ പ്രവാചകന്മാർ പഠിപ്പിച്ചത്. ഈ സന്ദേശമാണ് കഴിഞ്ഞ 65-60 വർഷമായി ലോകത്തിന്റെ നാനാഭാഗത്ത് ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നത്. ഈ സമന്വയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആത്മീയവും അതിന്റെ ഭൗതിക വശവുമായുള്ള സമന്വയം, ഈ സമന്വയത്തെ വെല്ലുവിളിച്ചപ്പോഴാണ് ചരിത്രത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ കടന്നു വന്നത്. ആദ്യ മനുഷ്യനായ ആദമിനെ സൃഷ്ടിക്കുന്ന കാര്യം മലക്കുകളോട് പറഞ്ഞപ്പോൾ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ആദമിനോട് മലക്കുകൾ ചോദിച്ച ഒരു കാര്യമുണ്ട്, നീ ഈ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന, രക്തം ചിന്തുന്ന ഒരു മനുഷ്യനെയാണോ ഈ ലോകത്ത് സൃഷ്ടിക്കുന്നത്? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസ് ലക്, നിന്റെ ആഗ്രഹം, നിന്റെ പേരുകൾ ഉരുവിട്ടുകൊണ്ട്, നിന്റെ നാമം ഉരുവിട്ടുകൊണ്ട്, നിന്റെ കീർത്തനം ചൊല്ലിക്കൊണ്ട്, ചൊല്ലുന്നവരും ആത്മനിർവൃതി, കേൾക്കുന്ന നിനക്കും ആത്മനിർവൃതി. ജനകോടികൾ നിന്റെ നാമം കീർത്തനം ചൊല്ലുമ്പോൾ അവർക്കും എന്തെന്നില്ലാത്ത ആത്മനിർവൃതി, കേൾക്കുന്ന അല്ലാഹുവേ നിനക്കും എന്തെന്നില്ലാത്ത ആത്മനിർവൃതി, പറയുന്ന വിശ്വാസിക്കും കേൾക്കുന്ന രക്ഷിതാവിനും ആത്മനിർവൃതി ഉണ്ടാകുന്ന ഈ തസ്ബീഹുകൾ, പ്രകീർത്തനങ്ങളാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അസന്തുലിതമായ ജീവിത വീക്ഷണമാണ് അവരാദ്യമായി സമർപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ആദ്യമായി കടന്നു വന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ലക്ഷ്യം ആത്മീയമായ ആ കർമ്മങ്ങളാണ് എന്ന ഒരു ധാരണയാണ് ഈ മലക്കുകൾ പോലും അവരെ പ്രകടിപ്പിച്ചത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങുകയാണ് ഈ അസന്തുലിതമായ ജീവിത വീക്ഷണം. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ, അവന്റെ ജീവിതത്തിന് ലക്ഷ്യം അറിഞ്ഞുകൂടാ, അവൻ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും, അവൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നതിരിക്കെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വിശാലമായ ഒരു മഹാലക്ഷ്യം, ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു മഹാലക്ഷ്യമുണ്ട് എന്ന് സിദ്ധാന്തിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു മലക്കുകളെ നേരിട്ടത്. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രവാചകന്മാരുടെ ശേഷമുള്ള വ്യതിയാനത്തിന്റെ കാലഘട്ടത്തിലും ചരിത്ര പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്, യേശുവും റോമും തമ്മിലുള്ള സംഘടനത്തിന്റെ മർമ്മം എന്തായിരുന്നു? അതിന് നൽകപ്പെട്ട മറുപടി, യേശുവിന്റെ കാലഘട്ടത്തിലെ പുരോഹിതന്മാർ, യഹൂദ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിലെ ആത്മനിർവൃതി മാത്രമായിരുന്നു. പൗരോഹിത്യ മതത്തിന്റെ ലക്ഷ്യം, ഈസാ നബി അലൈഹി സ്വലാം വന്നുകൊണ്ട് ദൈവത്തിന്റെ ലക്ഷ്യം, അള്ളാഹുവിന്റെ ലക്ഷ്യം വ്യക്തി ജീവിതത്തിലെ ആത്മനിർവൃതി മാത്രമല്ല, സാമൂഹിക പരിവർത്തനവും ഈ വേദഗ്രന്ഥത്തിന്റെ ലക്ഷ്യമാണ്, പ്രവാചകന്മാർ ലക്ഷ്യമാണ്. ആ അസന്തുലിതമായ പൗരോഹിത്യ സങ്കല്പത്തിൽ നിന്നും സന്തുലിതമായ സമഗ്രതയിലേക്ക് വ്യക്തിയുടെ ആത്മനിർവൃതി മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ആത്മനിർവൃതി മാത്രമല്ല, അതിനാണെങ്കിൽ ലോകത്ത് മലക്കുകൾ മാത്രം മതി. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാമൂഹിക പുനഃസൃഷ്ടി എന്ന് പറയുന്ന ദൗത്യം തനിക്കുണ്ട് എന്ന് ഈസാ നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചപ്പോഴാണ് ഇത് തൻ്റെ അധികാരപരിധിയിലേക്കുള്ള കടന്നുകയറ്റമാണല്ലോ എന്ന് റോമാ സാമ്രാജ്യം മനസ്സിലാക്കുകയും റോമാ സാമ്രാജ്യം യഥാർത്ഥത്തിൽ യേശുവിനെതിരെ തിരിഞ്ഞു എന്ന് ലോക നാഗരികതകളുടെ ചരിത്രം എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലും ഉണ്ടായത് ജീവിതത്തെ പറ്റിയുള്ള ഈ അസന്തുലിതമായ കാഴ്ചപ്പാടാണ്. അങ്ങനെ ചരിത്രത്തിലുടനീളം വേറൊരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, ഷുഐബിന്റെ അനുയായികൾ ചോദിക്കുന്നു, നിന്റെ നമസ്കാരം ഞങ്ങളോട് ഞങ്ങളുടെ തൗഹീദ്, ഞങ്ങളുടെ ആരാധന ക്രമീകരിക്കണമെന്നാണോ നിന്റെ ഈ നമസ്കാരം ആവശ്യപ്പെടുന്നത്? ഞങ്ങളുടെ സാമ്പത്തിക മേഖല ക്രമീകരിക്കണമെന്നാണോ നിന്റെ ഈ നമസ്കാരം ആവശ്യപ്പെടുന്നത്? അപ്പൊ നിന്റെ നമസ്കാരം ഒരു സമഗ്രമായ പരിവർത്തനമാണോ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്? അതൊന്നുമില്ല, കേവലം പ്രാർത്ഥന മാത്രം മതിയെങ്കിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സന്നദ്ധമാണ്. പക്ഷേ ഞങ്ങളുടെ വിശ്വാസ ശുദ്ധീകരണത്തിൽ നീ കൈകടത്താൻ പാടില്ല, ഞങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ നീ കൈകടത്താൻ പാടില്ല. ഇതാണല്ലോ ഷുഐബ് ഇവിടെ ഇന്ത്യയിലും പറഞ്ഞത്. അവിടെയും ഇതേ ഈ സങ്കുചിതമായ വീക്ഷണമായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിലുടനീളം ഈ അസന്തുലിതമായ വീക്ഷണമാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ കാലഘട്ടത്തിന് ദൗത്യം ഏറ്റെടുത്ത് പുറകോട്ടടിപ്പിച്ചത്.
ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് 65 വർഷം മുസ്ലിം ലോകം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ലോകത്ത് വീണ്ടും വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള അസന്തുലിതമായ കാഴ്ചപ്പാടുകൾ ലോകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് ലോകത്ത് മുസ്ലിം സമൂഹത്തിൽ വ്യത്യസ്തമായ അസന്തുലിതത്വങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അസന്തുലിതമായ വീക്ഷണം വളർന്നു വന്നാൽ ഓരോ വിഭാഗവും ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു വശമായിരിക്കും അവർ എടുക്കുക. ഏതെങ്കിലും ഒരു വശം എടുക്കുമ്പോഴാണ് അത് അസന്തുലിതമാകുന്നത്. ആ സമയത്ത് സ്വാഭാവികമായും ബാക്കി വശങ്ങൾ അവഗണിക്കപ്പെടുക എന്ന ഗുരുതരമായ ഒരു പ്രശ്നം അവിടെ അന്തർഭവിക്കും. ബാക്കി വശങ്ങൾ അവഗണിക്കപ്പെടുക എന്ന് മാത്രമല്ല, മറ്റൊരു വിഭാഗം മറ്റൊരു വശത്തിനായിരിക്കും മുൻഗണന കൊടുക്കുക. അവർ ബാക്കിയുള്ള വശങ്ങൾ അവഗണിക്കുക എന്ന് മാത്രമല്ല, വ്യത്യസ്തമായ വശങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവർ തമ്മിൽ സംഘട്ടനങ്ങളും വാഗ്വാദങ്ങളും ഏറ്റുമുട്ടലുകളും ഭിന്നതകളും അസഹിഷ്ണുതകളും ആഭ്യന്തരമായ ശൈഥില്യവും ഈ സമുദായത്തിൽ ഉടലെടുക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്തിന് മുൻഗണന കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മറുഭാഗത്തിന് മുൻഗണന ശരിയല്ല. ആത്മീയ രംഗത്തിന് മാത്രം മുൻഗണന കൊടുക്കുന്നവർ സാമൂഹിക രാഷ്ട്രീയ രംഗം കൈകാര്യം ചെയ്യുന്നവരോട് അസഹിഷ്ണുത വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരു സൈദ്ധാന്തികമായ സാമൂഹിക ശൈഥില്യത്തിലേക്ക് കാരണമായി തീരും. അപ്പൊ അസന്തുലിതമായ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മറ്റു വശങ്ങൾ അവഗണിക്കപ്പെടാൻ കാരണമായി തീരുന്നു. ഈ അസന്തുലിതമായ ജീവിത വീക്ഷണങ്ങൾ എടുക്കുന്നവർ തമ്മിൽ പരസ്പരം ശൈഥില്യങ്ങൾ ഉണ്ടാകുന്നു മാത്രമല്ല, ഇസ്ലാമിനെ മുസ്ലിം സമുദായവും തെറ്റിദ്ധരിക്കുന്നു. ഇസ്ലാമിന്റെ മുൻഗണനാക്രമങ്ങൾ ഇന്നതാണ്. പുറത്തു നിന്ന് ചിന്തിക്കുന്ന ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആ സഹോദര സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന വീക്ഷണം ഏത് ഗ്രൂപ്പിനെയാണ് അവർ കാണുന്നത്, ആ ഗ്രൂപ്പിനെ കണ്ടുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്നവർ തെറ്റിദ്ധരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ നവോത്ഥാനം നിർവഹിച്ചുകൊണ്ട് പ്രവാചകന്മാർ കടന്നു വന്നതുപോലെ, മഹാന്മാരായ മുജദ്ദിദുകൾ കടന്നു വന്നതുപോലെ 20-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ ഇസ്ലാമിന്റെ സമഗ്രത വെല്ലുവിളിച്ചപ്പോൾ സമഗ്രത എന്ന ആശയം ലോകത്ത് മതേതരത്വം, സെക്യുലറിസം എന്ന് പറയുന്ന ആ കടുത്ത പാശ്ചാത്യൻ സെക്യുലറിസം ലോകത്തടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സന്തുലിതത്വം തെറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ധീരോദാത്തമായി ലോകത്ത് ചെറുത്തതുപോലെ ഈ അസന്തുലിതമായ കാഴ്ചപ്പാടുകളും ജമാഅത്തെ ഇസ്ലാമി ശക്തമായി ചോദ്യം ചെയ്യാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആത്മീയവാദികളെ ശക്തമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ആത്മീയത ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ആത്മീയ പ്രധാനം മാത്രമാണോ ഇസ്ലാം? ആത്മീയ പ്രധാനം മാത്രമാണെങ്കിൽ ഇസ്ലാം അവർ ഒരു പൗരോഹിത്യം കെട്ടിയുണ്ടാക്കി. നാം അവരോട് സന്യാസം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രീതി നേടുവാൻ മാത്രമാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പ്രീതി നേടുവാനുള്ള വഴിയല്ല സന്യാസം. സന്യാസത്തിൽ കൂടി അള്ളാഹുവിന്റെ പ്രീതി കിട്ടുകയുമില്ല. സന്യാസത്തിൽ കൂടി അള്ളാഹുവിന്റെ പ്രീതി നേടിയെടുക്കേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, ആ സന്യാസിമാർക്ക് ആ സന്യാസത്തോട് പ്രതിബദ്ധത പുലർത്താനും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഈ സന്യാസിമാരിൽ പലരും ജീവിതത്തിൽ അപജയത്തിന്റെ വഴിയിൽ മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പൊ ആത്മീയ താല്പര്യം മാത്രം വെച്ചുകൊണ്ട് ആ രംഗത്തേക്ക് പോകുന്ന ഒരു അസന്തുലിതമായ കാഴ്ചപ്പാടിനെ പ്രവാചകനും ചോദ്യം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ആവർത്തിച്ച് നിരാകരിച്ചിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലുമുള്ള ഒരു അസന്തുലിതമായ ജീവിത വീക്ഷണമാണ് ഈ ആത്മീയമായ ഈ സംതൃപ്തിയാണ്, ആത്മനിർവൃതിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ആ സന്യാസികൾ 2 വിഭാഗമുണ്ട്. തികച്ചും സത്യസന്ധരായ സന്യാസികളുണ്ട്. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ജീവിതത്തെ പറ്റി ചോദിച്ച് പ്രവാചകൻ ജീവിതം മതിയാകാതെ ഞാനിനി എന്നും നോമ്പ് അനുഷ്ഠിക്കാൻ പോവുകയാണ്, ഞാൻ ഇനി ആയുഷ്കാലം നമസ്കരിക്കാൻ പോവുകയാണ്, ഞാൻ വിവാഹ ജീവിതം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞവർ നേരത്തെ പറഞ്ഞ സ്വഭാവത്തിലുള്ള കപട സന്യാസിമാരല്ല. അവർ യഥാർത്ഥത്തിലുള്ള ആ സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചവരാണ്. യഥാർത്ഥ സന്യാസത്തെയും പ്രവാചകൻ നിരാകരിച്ചു, കപട സന്യാസത്തെയും വിശുദ്ധ ഖുർആൻ നിരാകരിച്ചു. വേറൊരു ഭാഗത്ത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരും ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിന്റെ ആരാധനാപരമായ വശങ്ങൾക്ക് വമ്പിച്ച പ്രാധാന്യം നൽകിക്കൊണ്ട് ആ ആരാധനാപരമായ വശത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ 2 വിഭാഗത്തെ വിശുദ്ധ ഖുർആൻ ശക്തമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സന്യാസം ഉപയോഗപ്പെടുത്തുന്നത് പ്രാർത്ഥനകളും ദിക്റുകളുമാണ്. വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? ഉദ്ഉ റബ്ബക്കും തളർറുവൻ വഖഫിയ. പ്രാർത്ഥനാ ദിക്ർ എന്ന് പറയുന്നത് അല്ലാഹു ദീനുൽ ഇസ്ലാം വമ്പിച്ച പ്രാധാന്യം നൽകിയതാണ്. മനുഷ്യന്റെ ആത്മസംതൃപ്തിക്ക്, അവന്റെ മനസ്സമാധാനത്തിന്, അവന്റെ രക്ഷിതാവുമായിട്ടുള്ള ബന്ധത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന ആത്മാവിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സിദ്ധൌഷധമാണ് പ്രാർത്ഥനയും ദിക്റും എന്ന് പറയുന്നത്. പക്ഷെ ഖുർആൻ എന്താ പറയുന്നത്? ഉദ്ഉ റബ്ബക്കും തളർറുവൻ വഖഫിയ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക, തളർറുഅൻ വിനയത്തോടെ പ്രാർത്ഥിക്കുക, വഖഫിയ നിശബ്ദമായി പ്രാർത്ഥിക്കുക. ഖുഫിയ എന്ന് തന്നെ പറയാണ്.
പ്രാർത്ഥന, ശബ്ദമുഖരിതമായ പ്രാർത്ഥന വിശുദ്ധ ഖുർആന്റെ താല്പര്യത്തിനെതിരാണ്. അത് നിക്ഷിപ്ത താല്പര്യങ്ങളിലേക്കാണ് നയിക്കുക. വീണ്ടും പറയുന്നു ദിക്റിനെ പറ്റി, وذكر ربك في نفسك تضرعا وخيفا ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. وذكر ربك في نفسك, നിന്റെ ആത്മാവിൽ നിന്റെ റബ്ബിനെ നീ സ്മരിക്കുക. തളർറും വഖീഫ, വിനയത്തോടുകൂടി ഭയത്തോടുകൂടി. വദൂനൽ ജഹരി മിനൽ ഖൗൽ, ശബ്ദമുയർത്താതെ. ബിൽ ഗുദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും. വലാ തകും മിനൽ ഗാഫിലീൻ, ഇതിനെ അവഗണിക്കുന്നവരുടെ പക്ഷത്ത് നീ ചേരരുത്. നേരത്തെ പറഞ്ഞ ദുആയുടെ കാര്യത്തിൽ പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിരി ലംഘിക്കുന്ന ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിരി ലംഘിക്കുക എന്ന് വെച്ചാൽ ശബ്ദമുഖരിതമായ വിനയമില്ലാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ച അതിരി ലംഘിക്കുന്നതാണ്. വിനയത്തോടുകൂടി നിശബ്ദമായി ഭയഭക്തിയോട് നിർവഹിക്കുന്ന ദിക്റുകൾ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. അതിന്റെ അപ്പുറത്തേക്കുള്ള ശബ്ദമുഖരിതമായ ദിക്റിന്റെ ആത്മാവിൽ നിന്ന് വ്യതിചലിച്ച് കളയുന്നതാണ്. അതുകൊണ്ടാണ് പുരോഹിതന്മാരെ പറ്റിയും പറയുന്നുണ്ട്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ഈ സന്യാസിമാരും പുരോഹിതന്മാരും ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അവിഹിതമായി ഭക്ഷിക്കുന്നവരാണ്. ഇത് കപട സന്യാസിമാരെ പറ്റിയാണ് ഈ പറയുന്നത്, കപട പുരോഹിതന്മാരെ പറ്റിയാണ് പറയുന്നത്. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നു. എന്നിട്ട് പറയുന്നു, സാധാരണ നമ്മൾ ഈ ആയത്ത് ഓതുന്നത് മുതലാളിമാരെയും വലിയ വലിയ വ്യവസായികളെയും വലിയ വലിയ പണക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സാധാരണ വല്ലദീന യക്നീസൂന ദഹബ വൽ ഫിദ്ദ എന്ന ആയത്ത് ഓതുന്നത്. ഖുർആൻ ആയത്ത് ഓതിയത് പുരോഹിതന്മാരുടെയും സന്യാസിമാരുടെയും തട്ടിപ്പിനെ സൂചിപ്പിക്കാനാണ്. വർത്തമാനകാല യാഥാർത്ഥ്യം അത് വ്യക്തമായി അത് നമുക്ക് തരുന്നുണ്ട്. സമ്പന്നന്മാരെ പറ്റി പറഞ്ഞപ്പോഴല്ല ഇത് പറഞ്ഞത്, വലിയ വലിയ രാജാക്കന്മാരെ പറ്റി പറഞ്ഞപ്പോഴല്ല ഇത് പറഞ്ഞത്. സന്യാസിമാരും പുരോഹിതന്മാരും അവിഹിതമായി പണം സമ്പാദിച്ചുകൊണ്ട് ജനങ്ങളെ സത്യത്തിന്റെ മാർഗത്തിൽ വ്യതിചലിപ്പിച്ചുകൊണ്ട് അവർ സ്വർണവും വെള്ളിയും സമ്പാദിക്കുകയും അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നുമില്ല, അവർ സക്കാത്തും കൊടുക്കുന്നില്ല, അവർ സദഖയും ചെയ്യുന്നില്ല. ഈ രൂപത്തിൽ പണം സമാഹരിക്കുന്ന കപട പൗരോഹിത്യത്തെ പറ്റിയും കപട സന്യാസത്തെ പറ്റിയും വിശുദ്ധ ഖുർആൻ ശക്തമായി താക്കീത് നൽകിയിരിക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ ബഹളമയമായ ഈ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ, ഈ ഉരുവിട്ടുകൊണ്ടുള്ള ഈ ശബ്ദമുഖരിതമായ ഈ ആരാധനാകർമ്മങ്ങൾ, മുക്കാഅമ്മതസ്തിയ, വിസിലും കൂക്കുമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ ഈ രൂപത്തിലുള്ള ആത്മീയ രംഗത്തുള്ള വ്യതിയാനങ്ങൾ, പൗരോഹിത്യ രംഗത്തുള്ള വ്യതിയാനങ്ങൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന്റെ പേരിൽ നിന്ന് മുസ്ലിം സമുദായം വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ സന്തുലിതത്വം യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ തീവ്രതയിലേക്കും ഭീകരതയിലേക്കും പോകുന്ന ഒരു അസന്തുലിതാവസ്ഥയാണ് ഇന്ന് ലോകവ്യാപകമായി മുസ്ലിം സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ നിങ്ങൾ അവിടെ എവരെ കണ്ടാലും നിങ്ങളെ കൊന്നുകളയുക എന്നുള്ള ആയത്ത് പശ്ചാത്തലം മനസ്സിലാക്കാതെ ഉദ്ധരിച്ചാൽ എങ്ങനെയിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇന്ന് ലോക മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിച്ഛായയെ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭീകരവാദം എന്ന് പറയുന്ന ഈ പ്രതികരണ രംഗത്തുള്ള അസന്തുലിതാവസ്ഥയാണ്. ഈ തിരിച്ചടിയുടെ രംഗത്തുള്ള സായുധ പ്രയോഗത്തിൽ അസന്തുലിതാവസ്ഥയാണ് ലോകവ്യാപകമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരാകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കണം? നമുക്കിതിനെ അംഗീകരിക്കാൻ കഴിയുമോ? ഈ അസന്തുലിതാവസ്ഥ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന ദൂരവ്യാപകമായ പ്രതിച്ഛായ നഷ്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ഉള്ളതാണല്ലോ അക്ഷരവായന എന്ന് പറയുന്ന ഒരു അസന്തുലിതമായ കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ആയത്തുകൾ, പ്രവാചക വചനങ്ങൾ, അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ അത് അടർത്തിയെടുത്തുകൊണ്ട് അതിൽ നിന്നുമുള്ള ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതാണ് ദീനിന്റെ സമഗ്രത, ദീനിന്റെ അടിത്തറ എന്ന സ്വഭാവത്തിൽ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മശാസ്ത്രപരമായ മേഖലകളിൽ, ആരാധനാപരമായ നിയമങ്ങളുടെ മേഖലകളിൽ അതിൽ കാർക്കശ്യം വെച്ച് പുലർത്തിക്കൊണ്ട് തങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും ശരിയുടെ അങ്ങേയറ്റത്തെ ശരി മാത്രമാണ് പ്രമാണബദ്ധമായത് എന്ന കാഴ്ചപ്പാട് സിദ്ധാന്തിച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ബദൽ വീക്ഷണത്തെയും മദ്ഹബിന്റെ കാര്യത്തിലോ കർമ്മശാസ്ത്രത്തിന്റെ കാര്യത്തിലോ ഫിഖ്ഹിന്റെ കാര്യത്തിലോ അതേമാതിരി വിശ്വാസപരമായ കാര്യത്തിലോ അതേമാതിരി ആചാരങ്ങളുടെ കാര്യത്തിലോ തങ്ങളുടെ വീക്ഷണത്തിന്റെ അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും അനുവദിക്കുക എന്നുള്ള കർക്കശമായ അസന്തുലിതമായ ശാഠ്യം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പരമാവധി മനുഷ്യന്റെ മേൽ നിയമങ്ങൾ കൊണ്ട് ഇടുക്കുമ്പോഴാണ് ദീനാവുക എന്ന സ്വഭാവത്തിൽ
ഞാൻ ഈ അടുത്ത ദിവസം ഒരു സുഹൃത്തിനോട് പറയുകയുണ്ടായി, 3 വാക്കുകൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. ഷിർക്ക്, കുഫർ, ഹറാം എന്ന വാക്കുകൾ ഇസ്ലാമിക പ്രബോധകന്മാർ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട വാക്കുകളാണ്. യഥേഷ്ടം ഉപയോഗിക്കേണ്ട വാക്കുകളല്ല. ഷിർക്ക് എന്ന വാക്ക്, ഷിർക്കിന്റെ ആരോപണം ഇന്ന് യഥേഷ്ടം ഇന്ന് പരസ്പരം എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കുഫറിന്റെ ആരോപണം പരസ്പരം എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഹറാമിന്റെ ആരോപണം പരസ്പരം എറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതേപോലെ തന്നെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഒരു വിഭാഗം സ്വീകരിക്കുന്ന വേഷഭൂഷാദികൾ. അവരുടെ താടി, അതിന്റെ നീളം, അതിന്റെ മീശ, അവരുടെ ഷർട്ട്, അവരുടെ കുപ്പായം, അവരുടെ തൊപ്പി, അവരുടെ വേഷഭൂഷാദികൾ. ഇതാണ് ഇസ്ലാമിന്റെ ശരിയായ പ്രതിദാനം. ഇതിന്റെ അപ്പുറത്തേക്ക് സ്വീകരിക്കുന്നവരൊന്നും ഇസ്ലാമിന്റെ മാർഗത്തിലുള്ളവരല്ല എന്നുള്ള ആ അസന്തുലിതമായ വീക്ഷണവും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സാമൂഹിക ബന്ധവിച്ഛേദം എന്ന് പറയുന്ന പുതിയ പ്രവണത. നമ്മുടെ വിശ്വാസം ഭദ്രമാകണമെങ്കിൽ, നമ്മുടെ ആദർശം ശരിയാകണമെങ്കിൽ, ആ ആദർശവുമായി യോജിക്കാത്ത ആളുകളുമായുള്ള ബന്ധം നമ്മൾ അറുത്തുമുറിച്ചു മാറ്റണം. അവരുടെ ഇടയിൽ ജീവിച്ചാൽ ശരിയാവുകയില്ല, അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ ശരിയാവുകയില്ല, അവരുടെ സദസ്സുകളിൽ പോയാൽ ശരിയാവുകയില്ല, അവരുടെ ഇടയിൽ ജീവിച്ചാൽ പോലും ശരിയാവുകയില്ല. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നും നാട് വിട്ടു പോകുന്നതാണ് ഹിജ്റ. ഹിജ്റയെ പറ്റി വളരെ അപകടകരമായ അസന്തുലിതമായ കാഴ്ചപ്പാടാണ്. ഹിജ്റ എന്ന് വെച്ചാൽ മുശ്രിക്കുകളുടെ ഇടയിൽ നിന്നും നാട് വിട്ടു പോകലോ, ആരോ പ്രഖ്യാപിച്ച ഖിലാഫത്തിലേക്ക് ലോകത്തുള്ളവരും വേണ്ടി നാട് വിട്ടുപോകലോ അല്ല ഹിജ്റ. അപ്പൊ ഹിജ്റയെ സംബന്ധിച്ചിടത്തോളം, ജിഹാദിനെ സംബന്ധിച്ചിടത്തോളം, ദിക്റിനെ സംബന്ധിച്ചിടത്തോളം, ദുആയെ സംബന്ധിച്ചിടത്തോളം, ഫിഖ്ഹിനെ സംബന്ധിച്ചിടത്തോളം, വസ്ത്രധാരണത്തെ സംബന്ധിച്ചിടത്തോളം, സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം, ഫോട്ടോയെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന സഹോദര സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാമുള്ള വളരെ സങ്കുചിതമായ, വളരെ അപകടകരമായ, വളരെ അസന്തുലിതമായ വീക്ഷണം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിർബാധം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള അസഹിഷ്ണുത ഈ സമുദായത്തിന്റെ ഉള്ളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുടെ പേരിൽ ശൈഥില്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശൈഥില്യം പരിഹരിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹം ഐക്യത്തിലേക്ക് പോകണമെങ്കിൽ ഇസ്ലാമിനെ സമഗ്രമായി എടുത്തുകൊണ്ടല്ലാതെ അവർക്ക് ഐക്യത്തിലേക്ക് പോകാൻ സാധ്യമല്ല. ഇസ്ലാമിനെ തനതു സ്വഭാവത്തിൽ എടുത്തുകൊണ്ടല്ലാതെ അവർക്ക് ഐക്യത്തിലേക്ക് പോകാൻ സാധ്യമല്ല. ഇസ്ലാമിനെ സന്തുലിതമായി മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ അവർക്ക് ഐക്യത്തിലേക്ക് പോകാൻ സാധ്യമല്ല. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിൽ വളരെ സുപ്രധാനമായ ലക്ഷ്യങ്ങൾ ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. സുപ്രധാനമായ ചില മൗലികമായ ലക്ഷ്യങ്ങൾ ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഐക്യം എന്ന് പറയുന്നത്. ഈ ഐക്യം അസന്തുലിതമായ ജീവിത വീക്ഷണം വെച്ച് പുലർത്തുന്നവർക്ക് എവിടെയും ഐക്യം ഉണ്ടാവുകയില്ല. ലോകത്തെവിടെയൊക്കെ സിദ്ധാന്തപരമായ പിളർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ ആ പിളർപ്പുകൾ മുഴുവൻ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ അസന്തുലിതത്വം കാണാൻ സാധിക്കും. കമ്മ്യൂണിസത്തിന്റെ പിളർപ്പ് ഈ രാജ്യത്തുണ്ടായി. എന്തിന്റെ പേരിലാണ്? ഒരു വിഭാഗം ആളുകൾ അസന്തുലിതമായ കാഴ്ചപ്പാടോടെ തീവ്രവാദത്തിലേക്കും സായുധ പോരാട്ടത്തിലേക്കും മാറിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ പ്രസ്ഥാനത്തിൽ ശൈഥില്യമുണ്ടായത്. അങ്ങനെ ലോകത്ത് ഏത് ദർശനം എടുത്തു നോക്കിയാലും, ഏത് പ്രസ്ഥാനം എടുത്തു നോക്കിയാലും ശൈഥില്യമുണ്ടാകുന്നത് ഈ ആത്യന്തികമായ വാദത്തിലേക്ക് ആളുകൾ പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉമ്മത്തും മുഖത്തസിദ, നിങ്ങൾ മിതമായ ഒരു സമുദായമായിരിക്കണം. മുഖത്തസിദ എന്ന വാക്ക് വളരെ പ്രധാനമാണ്. ഇഖ്തിസാദ് എന്നാണ് സമ്പത്തിന് പറയുന്നത്. അത് സമ്പത്ത് എന്ന അർത്ഥത്തിലല്ല. സമ്പത്ത് ശരിയായി നിൽക്കണമെങ്കിൽ സമ്പത്തിൽ സന്തുലിതത്വം ഉയർത്തിപ്പിടിക്കണം. സമ്പത്ത് ചെലവഴിക്കുന്നതിൽ സന്തുലിതത്വം ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഈ സമ്പത്ത് ചെലവഴിക്കാതിരിക്കുന്നതിൽ നീ അസന്തുലിതമായ നിലപാട് സ്വീകരിച്ചാൽ നിനക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സമ്പത്തിൽ പോലും ഈ ഇഖ്തിസാദ് എന്ന് വെച്ചാൽ ഈ മിതമായ നിലപാട്, ഈ രാജമാർഗം, ഈ സിറാത്തുൽ മുസ്തഖീം, എല്ലാത്തിനും അതിൻ്റെതായ പരിഗണന കൊടുക്കുക. എല്ലാ ഘടകങ്ങൾക്കും ആത്മീയതയ്ക്ക് അതിൻ്റെ പരിഗണന കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കാതിരിക്കുക. ആവശ്യമുള്ളത് കൊടുത്തേ പറ്റൂ, ആവശ്യമില്ലാത്തത് കൊടുക്കരുത്. ആരാധനാകർമ്മങ്ങൾക്ക് ആവശ്യമുള്ള പരിഗണന കൊടുക്കുക, ആവശ്യമില്ലാത്ത പരിഗണന കൊടുക്കരുത്. പ്രതികരണത്തിന് ആവശ്യമുള്ള പരിഗണന കൊടുക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കരുത്. കർമ്മശാസ്ത്രപരമായ പ്രമാണങ്ങൾക്ക് അതിൻ്റെതായ പരിഗണന കൊടുക്കുക, അതിൻ്റെ അപ്പുറത്തേക്കുള്ള പരിഗണന കൊടുക്കരുത്. വേഷഭൂഷാദികൾക്ക്, ഭക്ഷണശീലങ്ങൾക്ക്, ജീവിത സമ്പ്രദായങ്ങൾക്ക് അതിൻ്റെതായ പരിഗണന കൊടുക്കുക. ഓരോന്നിനും അർഹമായ പരിഗണന കൊടുക്കുകയും അർഹതക്കപ്പുറത്തേക്ക് അതിനെ വലിച്ചു നീട്ടുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്യരുത്. അതാണ് ദീനുൽ ഇസ്ലാമിൽ. അതായത് രണ്ടും പാടില്ല, വെട്ടിച്ചുരുക്കാനും പാടില്ല, കൂട്ടിച്ചേർക്കാനും പാടില്ല. ഇതാണ് ഈ രൂപത്തിലാണ്. ആ നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇസ്ലാമിക സമൂഹത്തിന് ലോകത്ത് ഐക്യപ്പെടാൻ കഴിയൂ. അങ്ങനെ ഐക്യപ്പെടണമെങ്കിൽ
ഈ ആത്യന്തികമായ അസന്തുലിതമായ വീക്ഷണക്കാർ അവരുടെ നിലപാടുകൾ പുനഃപരിശോധിച്ചുകൊണ്ട് എല്ലാവരും നമ്മളുടെ വീക്ഷണത്തിൽ എവിടെയാണ് അസന്തുലിതത്വം എന്ന് പരിശോധിച്ചുകൊണ്ട് സന്തുലിതത്വത്തിലേക്ക് മടങ്ങാൻ തയ്യാറാകണം. മറ്റൊന്ന് ഇസ്ലാമിക സമൂഹത്തിന്റെ പുരോഗതിയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ പുരോഗതി നേടിയെടുക്കണമെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടായി നിന്നുകൊണ്ടല്ലാതെ ഈ സമൂഹത്തിന് പുരോഗതി നേടിയെടുക്കുവാൻ നമുക്ക് കഴിയില്ല. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ മൂന്നാമത്തെ ദൗത്യമാണ് ഈ സമൂഹത്തിന്റെ സുരക്ഷ എന്ന് പറയുന്നത്. ഇവിടെ ആവർത്തിച്ചവതരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ലോകത്ത് നിന്ന് ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഈ സമൂഹമാണ്. 140 കോടിയോളം വരുന്ന ജനങ്ങളാണ് ലോകത്തുള്ളത്. ലോകത്തിലെ രണ്ടാമത്തെ സുപ്രധാനമായ കമ്മ്യൂണിറ്റിയാണ്. ഏറ്റവും ശക്തമായ ആദർശമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഏറ്റവും ശക്തമായ അടിത്തറകളും കാഴ്ചപ്പാടുകളുമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി യാതൊരു കുറവുമില്ല. ഈ സമൂഹത്തിന് ബൗദ്ധികമായി യാതൊരു കുറവുമില്ല. ഈ സമൂഹത്തിന് സർഗശേഷിയിൽ യാതൊരു കുറവുമില്ല. പിന്നെ എന്തുകൊണ്ട് ഈ സമൂഹം ഈ രൂപത്തിലായി എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ ഈ ആഭ്യന്തര ശൈഥില്യമാണ്. ആ ശൈഥില്യമുണ്ടായത് അസന്തുലിതാവസ്ഥയിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 1920കളിൽ ലോകത്തുണ്ടായ പാശ്ചാത്യ തീട്ടൂരം മുസ്ലിം സമുദായം അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ ലോകവ്യാപകമായി മുസ്ലിം സമുദായം തലങ്ങും വിലങ്ങും പിളർന്നു. ആശയത്തിലും പിളർന്നു, ദർശനത്തിലും പിളർന്നു, മതത്തിലും പിളർന്നു, ആചാരങ്ങളിലും പിളർന്നു. ഈ പിളർപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് സുരക്ഷിതത്വം നേടിയെടുക്കണമെങ്കിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാഷ്ട്രീയമായ പോരാട്ടത്തിൽ കൂടി, സായുധ പോരാട്ടത്തിൽ കൂടി ലോകത്ത് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധ്യമല്ല. ആ അവസ്ഥയിലേക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തിന്റെ കരുത്ത് വളരണം. ഈ സമൂഹം ശക്തമാകണം. വിദ്യാഭ്യാസപരമായി പുരോഗമിക്കണം, സാംസ്കാരികമായി വളരണം, നാഗരികമായി വളരണം, സാമ്പത്തികമായി വളരണം, ഔദ്യോഗികമായി വളരണം. എല്ലാ രംഗത്തും വളർച്ച നമുക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ, സുരക്ഷിതത്വം നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഈ ഐക്യമാണ് വളരെ പ്രധാനം. അതിന് നമ്മൾ ഓരോരുത്തരും ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന് സങ്കല്പിച്ചുകൊള്ളുക. ലാ ഉബർരിഉ നഫ്സി, മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞതുമാതിരി ആരും ആരെയും പൂർണ്ണമായും കുറ്റമുക്തമാക്കേണ്ടതില്ല. എല്ലാവരും പരിശോധിക്കുക. അവരവരുടെ നിലപാടുകളിൽ ആത്യന്തികവാദങ്ങളോ ആവശ്യത്തിൽ കവിഞ്ഞുള്ള പരിധിവിടലുകളോ അസന്തുലിതമായ നിലപാടുകളോ ഉണ്ടോ എന്ന് പരിശോധന നോക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ തനിമയിലേക്ക്, ഇസ്ലാമിന്റെ ശരിയായ രാജമാർഗത്തിലേക്ക്, ഇസ്ലാമിന്റെ ആ സന്തുലിതമായ സമഗ്രമായ മനോഹരമായ ലൈലുഹ കനഹാരിഹ എന്നാരോ പറഞ്ഞല്ലോ, അതിന്റെ രാത്രിയും പകല് പോലെയാണ്. അതിന്റെ രാത്രിയും പകല് പോലെയാണ്. തപ്പിത്തടയേണ്ട കാര്യമില്ല. ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്, പ്രവാചക വചനം നമ്മുടെ മുമ്പിലുണ്ട്, മുൻഗാമികളുടെ ഗവേഷണത്തിന്റെ ചരിത്ര വൈജ്ഞാനിക പൈതൃകം നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാവരും, വ്യക്തികളും സംഘടനകളും ഗ്രൂപ്പുകളും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിന്റെ പ്രതിനിധാനം അത് സന്തുലിതമാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതിയും സുരക്ഷയും നേടിയെടുക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ വളരെ ഗൗരവത്തിൽ പ്രവാചകന്മാർ ഉയർത്തിപ്പിടിച്ച, നവോത്ഥാന നായകന്മാർ ഉയർത്തിപ്പിടിച്ച, 20ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിച്ച സമഗ്രത എന്നതിന്റെ മറുവശമായ ഈ സന്തുലിതത്വം, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്താ, നിങ്ങളെ അല്ലാഹു തആല ഒരു സന്തുലിതമായ ഒരു സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങൾ ജനങ്ങളുടെ പേരിൽ സാക്ഷികളാകണം. എങ്കിലേ നിങ്ങൾക്ക് ജനങ്ങളുടെ പേരിൽ സാക്ഷികളാകാൻ പറ്റൂ. ആ സാക്ഷിത്വം മാത്രമാണ് ഇസ്ലാമിന്റെ സത്യസാക്ഷ്യം. അതല്ലാത്തതൊക്കെ സ്വന്തം വികലമായ ആശയങ്ങളുടെ സാക്ഷ്യമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നന്ദി യൂസുഫ് ഉമരി സാഹിബ്.